അതുപോലെ തന്നെ EWS കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. 2018 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്കുള്ള EWS ഈ JB കോശി കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖല തകർന്നിരിക്കുന്നു. അതിൻ്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാർ നിർണ്ണയിക്കുമ്പോൾ 2.5 ഏക്കർ എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം. 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടമെന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം. അതിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ മാത്രമല്ല, കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ചും കുടിയേറ്റ കാർഷിക മേഖലയിലെ ഏക്കറേജിനെ കൃത്യമായി പുനർനിർണ്ണയിക്കണം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ മദ്രസ അധ്യാപകർക്ക് നമുക്ക് പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മദ്രസ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. സമാനമായി അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകർക്കായിട്ടോ മറ്റെന്തെങ്കിലും ഇവിടെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 222 നിർദ്ദേശങ്ങളിൽ നിർദ്ദേശിച്ചതായിട്ട് ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയുന്നില്ല. കമ്മീഷൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ വളരെ കൃത്യമായി തന്നെ അലംഭാവം പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ, ഓഫീസ് സൗകര്യം പോലും ഇല്ലാതെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടി വന്നത് ആ കാലത്ത് കൃത്യമായ ഒരു ചരിത്രമായിരുന്നു. 2026 ജനുവരി 6 നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ 2024 മാർച്ചിൽ 1 മാസത്തിനുള്ളിൽ എന്തോ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപനം മാത്രമായിട്ട് ഒതുങ്ങി. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ, 16,000 അധ്യാപകർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ആകുലതകൾ അത് ഇന്നും പെൻഡിങ് നിൽക്കുകയാണ്. അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഭയെയും സഭാപിതാക്കന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ വിഷയവും JB കോശി കമ്മീഷൻ്റെ പരിഗണനയിൽ വന്നിട്ടുള്ള വിഷയമാണ്. ഇവിടെ ഒന്നും അടിസ്ഥാന കാര്യങ്ങളിൽ ഇവിടെ ഒന്നും തൊടാൻ CPM തയ്യാറല്ല, പിണറായി വിജയൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുന്നില്ല. ഇതിനെ ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടുത്തെ മതേതരത്വത്തെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ഇവിടുത്തെ ഇവർ പറയുന്ന മതേതരത്വം എന്താണ് എന്നുള്ളത്, ഈ വൺ സൈഡ് മതേതരത്വത്തെ തീർച്ചയായിട്ടും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ സ്ഫോടനാത്മകമായ എന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ? വേണ്ട, അത് പ്രസിദ്ധീകരിക്കേണ്ട. പക്ഷേ ഒരു സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചൊരു കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ എന്തിനാണ് മുഖ്യമന്ത്രി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒളിച്ചു കളിക്കുന്നത്? തൻ്റെ ഇടമുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ, അതിന്മേൽ ചർച്ച ചെയ്യാം. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിനോ മറ്റോ ദോഷമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കാം. ഇല്ലാതെ ഇത് പൂഴ്ത്തിവെക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ബാഹ്യശക്തികളുടെ സമ്മർദ്ദമുണ്ട് എന്ന് BJP കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കാത്തതും ഒളിച്ചുകളി നടത്തുന്നതും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധത്തെ ഭയന്ന് വീണ്ടും 2021 പോലെ തന്നെ കണ്ണിൽ പൊടിയിടാനൊരു ബഹളവുമായി മുഖ്യമന്ത്രി ഇറങ്ങിയതാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഈ വിഷയത്തെ ഒളിച്ചുകളി, മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു.